ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു പാസ്ത റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിൻ്റെ പ്രിപ്പറേഷനും അതിന് എന്തൊക്കെ ചെയ്യണം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. അത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്നൊരു പാസ്തയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലോട്ട് പോയി ഇതെങ്ങനെയാണ് ചെയ്യുന്നതാണ്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുക്കുക. അതിലോട്ട് 1 ടീസ്പൂൺ ഓയിൽ, 1/2 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ബോയിൽ ചെയ്യുക. ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് അതിലോട്ട് മക്രോണി ആഡ് ചെയ്ത് ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞ് ഈ വെള്ളം കളഞ്ഞിട്ട്, അതായത് ചൂടുവെള്ളം കളഞ്ഞിട്ട് തണുത്ത വെള്ളം അതിലോട്ട് ആഡ് ചെയ്തിട്ട് 2-3 പ്രാവശ്യം അത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുക. അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് വെള്ളം പോകാനായിട്ട് വയ്ക്കുക. ഒരു അരിപ്പയിൽ വെച്ചാലും മതി. പിന്നെ അടുത്തതായിട്ട് ഒരു പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് ഓയിൽ ആഡ് ചെയ്യുക. അതിലോട്ട് ഗാർലിക്കും ഒനിയനും സോൾട്ടും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. 1 മിനിറ്റ് ഇളക്കിയാൽ മതി. അത് കഴിയുമ്പോൾ അതിലോട്ട് ക്യാപ്സിക്കം ആഡ് ചെയ്യുക. ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ട്, അതായത് നമ്മുടെ എരിവനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് നൂഡിൽസ് മസാല, പിന്നെ കുറച്ച് വിനിഗർ, സോയാ സോസ് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1 മിനിറ്റ് മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് എത്ര വേണം അത്ര ആഡ് ചെയ്യുക. കാരണം ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിഫറൻസ് ആയിട്ടുണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിയുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലോട്ട് മക്രോണി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് 1 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് റിസൾട്ട് അറിയിക്കുക.